നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. ഇന്നലെയൊക്കെ വന്ന വാർത്തകൾ കണ്ടല്ലോ അല്ലേ? ഇന്നിപ്പം സമൂഹ മാധ്യമത്തിലും എല്ലാ മാധ്യമങ്ങളിലും ആ വാർത്തകളാണ്. അതായത് പാലായക്കടുത്ത് മുത്തോലിയിൽ ഒരു അഡ്വക്കേറ്റ് പെങ്കൊച്ചും അവളുടെ മക്കളും അവൾ ആ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് മിനിച്ചിലാറ്റിലെറിഞ്ഞു. അതോടൊപ്പം അവളും മിനിച്ചിലാറ്റിൽ ചാടി മരിച്ചു. ഈ വാർത്തയാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം, എന്താ ദുരൂഹതയാണോ എന്നാന്ന് പറഞ്ഞാൽ, എന്താന്ന് പറഞ്ഞാലും ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, എനിക്കത് അറിയാൻ വയ്യായിട്ട് ചോദിക്കുക, ഈ കൊച്ചുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നായി പറയുന്നത്. ഒരു അഡ്വക്കേറ്റ് പെണ്ണിനൊക്കെ ജീവിത പ്രതിസന്ധികൾ നേരിടാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നിട്ട് മരിക്കാന്ന്. കുറേ ഷൈനി മക്കളും മരിച്ച് തലയുടെ മുകളിൽ നിൽക്കുക. ഇതെന്താ സത്യം? ഇത് ആത്മഹത്യ തന്നെയാണോ? ആത്മഹത്യ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഈ പെണ്ണുങ്ങൾ ഇവളുമാർ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഷൈനി ആയാലും ഇപ്പോൾ ഈ മരിച്ച അഡ്വക്കേറ്റ് പെണ്ണായാലും എവിടെയെങ്കിലും ഇരുന്ന് വല്ലയിടത്തു നിന്ന് കേൾക്കുന്നുണ്ട്, സങ്കടത്തോടു കൂടി ചോദിക്കുക, നിങ്ങൾക്ക് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞ് കൊല്ലാനുള്ള അധികാരം ആരാ നിങ്ങൾക്കൊക്കെ തന്നത്? ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ പെറ്റമ്മമാരെന്ത്, ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഇല്ല ഈ കൊച്ചുങ്ങളോടൊക്കെ, ആണുങ്ങളെക്കാളുപരി. ഈ പെറ്റമ്മമാരെ എങ്ങനെയായി 10 മാസം വയറ്റിലിട്ട് അതുങ്ങളെ നൊന്ത് പ്രസവിച്ച് കയ്യോ കാലോ വളരുന്നുവെന്ന് നോക്കി വളർത്തിയെടുത്ത ഈ കുഞ്ഞുങ്ങളെ നിഷ്കരുണം ഇങ്ങനെ കൊന്നേക്കാമെന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ജീവൻ കളഞ്ഞു എന്ന് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സാരാംശകതയുണ്ടല്ലോ പണ്ട് കാലത്തെ. അതായത് ഒരു കുഞ്ഞ് മോഷ്ടിക്കപ്പെടുന്നു, അതിൻ്റെ അമ്മ നിലവിളിച്ച് രാജാവിൻ്റെ അടുത്ത് പരാതി പറയുന്നു. രാജാവ് ആ കുഞ്ഞിനെ അവിടെ മോഷ്ടിച്ച സ്ത്രീ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വരുന്നു. അമ്മയും മോഷ്ടിച്ച സ്ത്രീയും അതിൻ്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. ഈ കഥ നമ്മളെല്ലാം കേട്ട് പഠിച്ചു വളർന്നിട്ടുള്ള പണ്ടത്തെ. അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു? ബുദ്ധിമാനായ രാജാവ് എന്ത് ചെയ്യുന്നു? കൈകളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയും കാലുകളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയും വലിച്ചോളാൻ പറയുന്നു. അപ്പോൾ കൈകൾ രണ്ടിലും പിടിച്ച് ഒരു സ്ത്രീ വലിക്കുന്നു, മറ്റു കാലിൽ രണ്ടുപേരും, ആർക്കാണ് കിട്ടുന്നത് അവരെ എടുത്തോളാൻ പറഞ്ഞു. ഇങ്ങനെ വലിച്ചപ്പോൾ ആ കുഞ്ഞ് വേദനയിൽ പിടഞ്ഞപ്പോൾ പെറ്റമ്മയ്ക്കത് സഹിക്കാൻ വയ്യാതെ അവരാ പിടിവിട്ടിട്ട് ആ മോഷ്ടിച്ചോളത് എടുത്തോടെ നിർത്തും. മോഷ്ടിച്ചോൾക്ക് ആഞ്ഞു വലിക്കാം, അവിടെ കൊച്ചല്ല, അവർക്ക് ആ വേദന അത്രോളം പ്രശ്നമില്ല. ഇതൊരു സാരാംശകതയാണെങ്കിൽ പോലും നമുക്കറിയാമല്ലോ, നമ്മുടെ അമ്മമാരെ നമ്മൾ ഓർക്കുമ്പോഴും, അല്ലെങ്കിൽ എല്ലാ അമ്മമാരും അങ്ങനെയാണ്. കുഞ്ഞുങ്ങളെ നൊന്ത് പെറ്റ കുഞ്ഞുങ്ങളെ, എനിക്കറിയത്തില്ല, ഈ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് ഈ ട്രെയിനിൻ്റെ മുന്നിലൊക്കെ നിർത്തിയ കഥയൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല ആ നിർത്താൻ കാണിച്ച ചുണ, അല്ലെങ്കിൽ ആ നിർത്താൻ കാണിച്ച ആ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ കാണിച്ച ധൈര്യം, ആ ചുണ മതിയായിരുന്നു. അതിൻ്റെ കാൽഭാഗം ചുണയുണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ പറ്റുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് പുഴയിലെറിയാൻ ഒരു അഡ്വക്കേറ്റിന് അവർ പഞ്ചായത്ത് ഭരിച്ച സ്ത്രീയാണെന്നാണ് പറയുന്നത്. അവർ തന്നെയാണ് ചെയ്തതെന്ന് അറിയത്തില്ല, അവർ ചെയ്തതാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറയുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം ധൈര്യം മതിയായിരുന്നു ഈ ജീവിത പ്രതിസന്ധിയെ നേരിടാനായിട്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ കാണിച്ച ധൈര്യമേ. നമ്മളിത് എത്രാമത്തെ വിലാപമാണ് വിലപിച്ചുകൊണ്ടിരിക്കാൻ. ഇത് എന്തിൻ്റെ കുഴപ്പം, എന്തിൻ്റെ ഇത് ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ എന്നാന്നുള്ളത് ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല. എൻ്റെ പറഞ്ഞ് ഇത് ക്ലീഷയായി മാറും. ഇത് പറയുന്ന അനുസരിച്ച് ഇതൊക്കെ പറയാൻ ഇനി ഇഷ്ടമില്ല. പറയുന്തോറും ആണോ ഇനിയിപ്പോൾ ഇങ്ങനെ മരണം നടക്കുന്നതെന്നാണ് ഭയപ്പെടുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, സ്ത്രീജനങ്ങളായാലും ആരായാലും മക്കളെ ജനിപ്പിച്ചു എന്ന് കരുതി കൊല്ലാനൊന്നും ആർക്കും അധികാരമില്ല. കുഞ്ഞു ഭൂമിയിലോട്ട് ജനിക്കുന്നതോടുകൂടി ആ ജനിക്കുന്ന രാജ്യത്തെ അവകാശം ആ കുഞ്ഞിനായി. ഒരു രാജ്യവും ഒരു മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ കൊല്ലാൻ അവകാശം കൊടുത്തിട്ടില്ല, ഒരു രാജ്യവും ഭൂമിയിൽ. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇത് കൂട്ട് ഈ മെനകേട് കാണിക്കുന്നത്? അല്ലെങ്കിൽ ഏറ്റവും കെട്ട ഭാഷയായി വരുന്നതെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല, പബ്ലിക് കേൾക്കുന്നതാണല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് പോട്ടെ, ഇതിനെപ്പറ്റി ഒന്നും പറയില്ല, പോട്ടെ. നിസ്സാരമായിട്ടുള്ള സങ്കടമാണ് അതേപ്പറ്റി ഓർക്കുമ്പോൾ. ഞാൻ വേറൊരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ഇടയ്ക്ക് ഇതങ്ങ് വന്നെന്നുള്ളതേ ഉള്ളൂ. ഇതേപ്പറ്റി ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും വെച്ചാൽ പറയുന്നത്, പറഞ്ഞിട്ട് എന്താ കാര്യം? മാറ്റം വരേണ്ടത് എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. സമൂഹം ഒന്നാകെ ചിന്തിക്കുകയോ, എഡ്യൂക്കേഷൻ്റെ കാര്യമാണ്, അത് എഡ്യൂക്കേഷൻ കൊണ്ടാണ് കുഴപ്പം. ഇപ്പോൾ വിദ്യാഭ്യാസമാണല്ലോ, എല്ലാവരും അഭ്യസ്ത വിദ്യരാണല്ലോ. പഴയ കാലത്തെ കാരണവന്മാർക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു, അവർക്ക് കുഴപ്പമില്ലായിരുന്നു, അവർ നിഷ്കളങ്കരായിരുന്നു, അവർക്ക് പറ്റുമായിരുന്നു മക്കളെ കൊല്ലാനും ചുമ്മാ ആത്മഹത്യ ചെയ്യാനും ഒക്കെ. ഇപ്പോൾ വിദ്യാഭ്യാസം കൂടിയതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണല്ലോ ഈ കലഹങ്ങളുള്ളത്. എന്തായാലും ആട്ടെ, ഒന്നും അറിയത്തില്ല, അത് പറയുന്നില്ല, അതിൻ്റെ വാർത്തകളൊക്കെ വരട്ടെ. ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായിട്ടേ ഒരു പെണ്ണ് ലോകം മുഴുവൻ ഭയങ്കര വിട്ടിക്ക്, ഭയങ്കര ചുണ, അവൾ ഭയങ്കര ലോകം കറങ്ങുന്ന ഒരു പെണ്ണിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്തകൾ വന്നു. ഇതൊന്നും പറയേണ്ട വിഷയമല്ല, എങ്കിലും ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ഇവിടുത്തെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് പിടിക്കേണ്ട കേസും അല്ല, താല്പര്യമില്ല അതിനെപ്പറ്റിയൊക്കെ പറയാൻ.
എന്നാലും അവളുടെ ആ ഒരു ഇഷ്യൂ നമുക്ക് ഇന്ന് നമ്മുടെ ഇവിടെ UK-ലൊക്കെ നടക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ അത് ഗുണം ചെയ്യും. അതായത് ഒരു ഉദാഹരണത്തോടു കൂടി പറയാമേ. ഞങ്ങളുടെയൊക്കെ ഒരു യൗവന കാലത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാലാ യൂണിവേഴ്സൽ തിയേറ്ററിൽ ഒരു മൂവി കാണാനായിട്ട് ഞാൻ കൂട്ടുകാരെ കൂടെ പോകുമ്പം അതിൻ്റെ ഫ്രണ്ടിലൊരു ഷോപ്പിൽ നിന്ന് ജ്യൂസ് കുടിച്ചിങ്ങനെ ഞങ്ങൾ നിൽക്കുക. അപ്പോൾ അങ്ങോട്ട് ഒരു ചേട്ടൻ, ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ ഫെമിലിയറാണ്, അവിടെയൊക്കെ ഉള്ളവർ, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ പേര് പറയുന്നില്ല, ഞങ്ങളുടെ നാട്ടിൽ അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഒരു പുള്ളി കണ്ട ഒരു രാജാപ്പാട്ടാണ്, ഭയങ്കര മിടുക്കൻ്റെ ഭയങ്കര മിടുക്കനാണ് പുള്ളി ഒരു തരികിടയുടെ ഉസ്താദാണ് പുള്ളി. അപ്പോൾ പുള്ളി ഇവിടേന്ന് അങ്ങോട്ട് വരുന്നു ആ കടയിലോട്ട്. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് ആ കടയിൽ വന്നിട്ട് അവിടെ ഒരു 10-20 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അയാളോട് പറയുന്നു, ഒരു 100 രൂപ എന്ന് പറഞ്ഞു. ആ അധികാരവും ആ ഒരു പ്രൗഢിയൊക്കെ കാണണം. അപ്പോൾ ഇയാൾ ജ്യൂസ് നാരങ്ങാവെള്ളമായിട്ട് എടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ 100 രൂപയോ? ആ, ഒരു 100 രൂപയ്ക്ക് വൈകിട്ടങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. 100 രൂപയ്ക്ക് തന്നെ വൈകിട്ടങ്ങ് തന്നേക്കാമെന്ന്. അപ്പോൾ ഉടനെ അയാൾ, വൈകിട്ട് കയറുന്നത് നീ ഇനി ഇവിടെ പൈസ വല്ലതും തന്നിട്ടുണ്ടോ? നീ ഏതാ? ഇയാൾക്ക് അയാളെ അറിയത്തില്ല. പുറമേ നിന്ന് കാണുന്ന ആൾക്കാർ ഉറക്കും ഇയാൾക്ക് എന്തോ അധികാരം, ഈ കടയുടെ ലാൻഡ് ലോഡാണോ അല്ലെങ്കിൽ ഭയങ്കര അധികാരമുള്ള എന്തോ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് പോകത്തക്ക രീതിയിലാണ് മറ്റു വന്ന ആളിൻ്റെ ചോദ്യം. അപ്പോൾ ഈ കടകാരൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്? അതിന് നീ ആരാ ഇവിടെ നീ പൈസയൊക്കെ നീ വല്ലവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉടനെ മറ്റേ ആളുടെ വർത്തമാനം എന്നറിയോ? ഇവിടെ ഒരു 100 രൂപ ആടൂ, താൻ എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ അറിയത്തില്ല, അതൊരു മനുഷ്യൻ ഈ പാലങ്ങാടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ ആരോട് ചോദിച്ചാലും എന്നെപ്പറ്റി പറയും. താനിപ്പോൾ ഒരു 100 രൂപ വൈകിട്ട് അങ്ങോട്ട് തരാം. ഒന്ന് ഓർത്ത് വെക്കണം, ഇവർ തമ്മിൽ അതൊരു പരിചയമില്ല. മറ്റേ ആൾ മുഷ്കെടുക്കുന്നതാണ്. എന്നിട്ട് അയാൾ പറയുന്നു, അപ്പോൾ പിന്നെ ഇയാൾ പറയുന്നു, നീ നിന്റെ പണി പോയി നോക്കടാ, ഇവിടെ നിനക്ക് തരാൻ പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഉടനെ ആ പറഞ്ഞവൻ്റെ ഡയലോഗ് എന്നാണെന്നറിയോ? അത്രയും കരിഞ്ഞിരിക്കുകയാണോ താൻ, പിന്നെ എന്നെ മുമ്പാണ് രാവിലെ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയുണ്ട്? ആ ഭാഷ സെറ്റാണ് എങ്കിൽ അയാൾ പറഞ്ഞ അതേ ഭാഷ പറഞ്ഞുള്ളേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കണേ. അയാൾ ഏതാണ്ട് കള്ളും കുടിച്ച് ബഹളം ഉണ്ടാക്കി അങ്ങനെയൊക്കെ നടന്ന് പാലായിൽ ആരോ കള്ളുടിയന്മാർ അവരൊക്കെ അറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അയാൾ വല്ലോ അറിയത്തില്ലാത്തൊരു കടയിൽ കയറി കിടന്നുണ്ടാക്കുന്ന മുഷ്കും മേടും കണ്ടോ? ഇതേ സംഭവം ഇതേ മനുഷ്യനെ പിന്നീട് ഒരിക്കൽ പലയിടത്തും പല സംഭവങ്ങളെ പറ്റി പറയാൻ പറ്റും എനിക്ക്. പല ഉത്സവ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ദിവസം ഇദ്ദേഹം നല്ല ഇംഗ്ലീഷൊക്കെ പറയുന്ന ആളാണ് കേട്ടോ. അയാൾ മദ്യപാനിയായി പോയിട്ട് അയാളിങ്ങനെ കണ്ട ഭയങ്കര രാജാപ്പാട്ടും എടുക്കണമൊക്കെയാണ്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ഞങ്ങളുടെ അപ്പുറത്ത് കുറച്ച് പിള്ളേർ നിൽപ്പുണ്ട്. ഇദ്ദേഹം അവിടെ പെട്ടെന്ന് എവിടുന്നോ വന്ന് പ്രത്യക്ഷപ്പെട്ട് ആ പിള്ളേരെ ഇദ്ദേഹം അറിയാത്ത ആൾക്കാരില്ല. അപ്പം പെട്ടെന്ന്, എടാവേ അടുത്ത വണ്ടി എപ്പോഴാണെന്ന് ചോദിച്ചു. പിന്നെ അവർ പറഞ്ഞു, ചേട്ടാ 7:45. 5 മിനിറ്റേ ഉള്ളല്ലോ, എടാവേ അടുത്ത വണ്ടിക്ക് കയറിക്കോണം കേട്ടോ. അപ്പോൾ അവരുണ്ടേ, ഇല്ല ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഞങ്ങളിവിടെ ഉത്സവത്തിന്. എന്ന് പറഞ്ഞാൽ പറ്റും, അടുത്ത വണ്ടിക്ക് കയറണം, എൻ്റെ ടിക്കറ്റിന് കാശില്ല, ടിക്കറ്റ് നിങ്ങൾ വേണം എടുക്കാനെന്ന്. ഇതൊക്കെ എന്തൊരു അധികാരത്തിലുള്ള വർത്തമാനം, എന്തൊരു രാജാപ്പാട്ടാണ്. അതായത് ഒന്ന് ഓർത്തുക്കണം, ആ പിള്ളേർ അവിടെ ഉത്സവത്തിനെങ്ങാണ്ട് വന്ന് പിള്ളേരോട് പറയാം അടുത്ത വണ്ടിക്ക് കയറിക്കണം, അല്ലെങ്കിൽ അപ്പോൾ അവരല്ലേ ഞങ്ങൾ അന്നൊരു കാര്യം ചെയ്യും 10 രൂപ ഇങ്ങോട്ടാ. ആ ചോദ്യം റിക്വസ്റ്റ് ഒന്നുമല്ല, ഓർഡറാണ്. ഇപ്പം ഞാൻ ഈ ഉദാഹരണം ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു തരുന്നറിയോ? കഴിഞ്ഞ ദിവസമേ എന്നാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അരുണിമ, ഏതാണ്ട് ശേഷം ഒരു അരുണിമ, അവിടുന്ന് 10-40 രാജ്യം കറങ്ങി അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോയ്ക്കകത്ത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ടൊരു വീഡിയോ. അത് എല്ലാവരും ഏറ്റെടുത്തു. അതിനുശേഷം 5-10 മില്യൺ ആൾക്കാർ കണ്ട ആ വീഡിയോ. അതുപോലെ പത്രങ്ങൾ എഴുതുന്നു, മനോരമ എഴുതുന്നു, അവരൊക്കെ എഴുതുന്ന ഭയങ്കര വിഷയം. അത് കഴിഞ്ഞിട്ട് ആ വീട്ടുകാർ സംസാരിക്കുന്ന അന്ന് നടന്ന വിഷയം ഈ വീട്ടുകാർ പുറത്തോട്ട് വിടുന്നുണ്ട്. CCTV കണ്ടുണ്ടായിരുന്നല്ലോ ആ വീട്ടിൽ. അപ്പോൾ ഈ പെണ്ണിൻ്റെ അധികാരം പറയുന്നത് നമ്മൾ പറയുന്നത് കേൾക്കണം ആ വീട്ടുകാരോട്. നിങ്ങളെപ്പോലെയൊന്നുമല്ല, ഞാൻ നിങ്ങളെപ്പോലെ വീടിനകത്തിരിക്കുകയല്ല, ഞാൻ പല രാജ്യങ്ങൾ കറങ്ങിയിട്ട് നടക്കുന്ന ആളാണ്, പല രാജ്യങ്ങൾ കണ്ടതാണ്, ഞാൻ ആൾക്കാരെ കണ്ടാന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ മനുഷ്യൻ, അതായത് കടയിൽ കയറി 100 രൂപ നേടൂ എന്ന് പറഞ്ഞ, അതായത് അടുത്ത ബസ്സിൽ കയറിക്കണം, എനിക്ക് ടിക്കറ്റ് എടുത്തോണം എന്ന് പറഞ്ഞ മനുഷ്യനും ഈ പെണ്ണുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? വല്ല വീട്ടിൽ ഓസിന് കയറി ഭക്ഷണം കഴിച്ച് താമസിച്ചിട്ട് ആ വീട്ടിൽ കയറുന്ന അവരോട് കോഡ് പറയുക. നിങ്ങളെപ്പോലൊന്നുമല്ല, അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്ന മനുഷ്യരോട് പറയുക, ഞാൻ ഭയങ്കര രാജ്യങ്ങളൊക്കെ ഇറങ്ങുക, അതായത് എന്നെ അങ്ങ് ബഹുമാനിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിന് വന്നിരിക്കല്ലേ. എൻ്റെ ദൈവമേ, ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ പ്രതികരണശേഷിയില്ലാത്ത മനുഷ്യരായി പോയല്ലോ എന്ന് ഞാൻ ഓർക്കുവാണ്. ആ അമേരിക്കൻ ഫാമിലിയുടെ ജോർജിൻ്റെ ഫാമിലിയെ അതുങ്ങളേതാണ്ട് കുറ്റാരോപിതരുടെ കൂട്ട് നിൽക്കുന്നു, ഈ പെണ്ണിനെ പേടിച്ച് നിൽക്കുന്നത് പോലെ. ഇതൊക്കെ ആരാന്ന് പറഞ്ഞത്? ഇവിടെയൊക്കെ അർഹിച്ച അവജ്ഞയിൽ ആ പുച്ഛത്തോടു കൂടി തന്നെ കണ്ട് പുറത്താക്കണമെന്നേ ജനത്തിനോട് പറയണ്ടേ എന്നിട്ട് കാര്യങ്ങൾ. മറ്റുള്ള ആൾക്കാർ ഉൾക്കൊള്ളും. ഇത് കണ്ടില്ലേ, ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര നാടായ നാട് മുഴുവൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഇറങ്ങുന്നു.
വല്ലയിടത്ത് ഓസിന് കയറി താമസിച്ചുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. ഇദ്ദേഹം നാടായ നാട് മുഴുവൻ കറങ്ങിയിട്ട് അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ, ഓരോ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങൾ അത് നമ്മുടെ രാജ്യത്തോട്ട് കൊണ്ടുവരുന്നതാണെങ്കിൽ ആ സിസ്റ്റം ഇവിടെ എത്തിച്ചാൽ എങ്ങനെയാണെന്നുള്ള കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും സംസാരവും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം. അതുപോലെ വല്ലതുമാണോ ഏതെങ്കിലും ഒരു എയർപോർട്ടിലൂടെ ഇന്ന് ഇറങ്ങുന്നു, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ സൈക്കിൾ മലഞ്ചെരുവിലൂടെ ഇന്ന് സൈക്കിൾ ഓടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളച്ചാട്ടത്തിന് മുന്നിൽ തുണിയില്ലാതെ നിന്ന് ഫോട്ടോയും എടുത്തിട്ട് ഞാൻ രാജ്യങ്ങൾ മുഴുവൻ കറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞങ്ങ് നടന്നിട്ട് ആരാണ് ഇതിനെയൊക്കെ ബഹുമാനിക്കാൻ നിൽക്കുന്നത്? ഇതിനൊക്കെ അതിനകത്ത് എന്ത് അനുഭവം ഉണ്ടെന്നാണ് പറയുന്നത്? ജീവിതാനുഭവങ്ങളുണ്ടോ? ഏതാണ്ട് രാജ്യത്ത് അത് ആരെ കൊണ്ടാണ് ഇപ്പോൾ പറ്റിയല്ലാത്തേ? പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ എല്ലാ നാട്ടിലും, ആർക്കിത് പറ്റാത്ത? എന്നിട്ട് എന്ത് അമേരിക്കൻ ഫാമിലിയൊക്കെ ഇവരുടെയൊക്കെ മുന്നേ മിണ്ടാന്നല്ലോ എന്ന് ഓർത്തിട്ടാ. എന്നിട്ട് ജനങ്ങൾ ഈ മുതൽ UK വന്നായിരുന്നോവാ, നമ്മുടെ ഇവിടെ ആൾക്കാർ സ്വീകരിച്ചോ? ഒന്നും എനിക്കറിയത്തില്ല. നല്ല കാര്യമാണ്, സ്വീകരിക്കണം കേട്ടോ. എന്നിട്ട് ആ പ്രസംഗമൊക്കെ ഒന്ന് കേൾക്കണം. എന്തേലും ആക്കട്ടെ, എന്തൊരു ABCD അരുണിമയുടെ കാര്യം എന്തേലും ആട്ടെ, പോട്ടെ, നമുക്കത് വിടാം. വലിയ ആനയെതിരെ കേസൊന്നുമില്ല. പക്ഷേ അതിനോടനുബന്ധിച്ചൊരു കാര്യം പറയാമേ. ഈ UK ഉള്ള ആൾക്കാരോടുള്ളൊരു വർത്തമാനം ഇപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് കൂടെ പറയുന്നതാണ്. നമ്മുടെ ഇതാരാ, ഏത് വർഗത്തിൽ നിന്ന് വന്നു, ഏത് ഗോത്രത്തിൽ നിന്ന് വന്നെന്നു അറിയാതെ വരുന്നതിനെയും പോകുന്നതിനും എല്ലാത്തിനും എടുത്ത് വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുത്. നമ്മൾ ചിലപ്പം പിന്നെ കടലോരത്തോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് താമസിക്കുന്നുണ്ടായിരിക്കും. ഉടനെ അതെല്ലാം ആസ്വദിക്കണം, മറ്റു വല്ലവരും വരുമ്പോഴേ ഉടനെ വീട്ടിലോട്ട് കയറ്റി താമസിപ്പിക്കേണ്ടതേ. അതുമാത്രമല്ല, ഇങ്ങനത്തെ ഈ ടൂർ വരുന്ന ഐറ്റങ്ങൾ മാത്രമല്ല, വേറൊരു കാര്യം ഉണ്ടെന്നറിയോ? ഇപ്പോൾ 2000 ആ വർഷം ഓർമ്മയില്ല എങ്കിലും നിങ്ങൾക്കറിയാലോ, ഐമ എന്ന് പറഞ്ഞ ഉഡായിപ്പ് കോളേജിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഒരു കോളേജും കുറേ ബംഗാളിയും പാകിസ്ഥാനിയും ഒക്കെ കോളേജ് നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. തോന്നുന്ന ഒരു മുഴുവൻ ചിന്തിക്കട നടത്തുന്ന പോലെ കോളേജ് നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം. നമ്മുടെ തെരേസ മെയ് വന്ന് അതെല്ലാം നിർത്തിക്കളഞ്ഞത്, യൂണിവേഴ്സിറ്റിയിലോട്ട് മാത്രം അഡ്മിഷനാക്കിയത്. ആ കാലത്തെ ഈ കൂടും കുടുക്കുകയും പറിച്ച് നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ ഇവിടെ വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇവിടെ, അതായത് ഇന്ന് 10-25 വർഷമായ മനുഷ്യർ, അന്ന് അവരിത് എന്നാൽ ഈ വരുന്നവർക്കൊക്കെ ഒരു അക്കോമഡേഷൻ കൊടുത്തേക്കാം, മോർഗേജിന് 10 രൂപ ആയിക്കോളും, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് വലിയ ഗുണമൊക്കെ ഓർത്തുകൊണ്ട് ഓരോ റൂമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ കഥയൊന്നും ഇനി എടുത്ത് പറയേണ്ട, എങ്കിലും ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണ്. ഉദാഹരണങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. പലരുടെ കുടുംബത്തിലും അബദ്ധം നടന്നു. ചേച്ചിമാരുടെ സ്വർണ്ണമാല കൊണ്ടുപോയതുപോലെ, ചേച്ചിമാർ ക്രെഡിറ്റ് കാർഡ് അടിച്ചുകൊണ്ട് പോയതുപോലെ, അടിച്ചുകൊണ്ടല്ല, സ്നേഹബന്ധമാണ്. വന്ന് താമസിച്ച ചെറുപ്പക്കാർ സിംപ്ലന്മാർ കാണിച്ച പല തരവഴിത്തരവും. ഈ വേർഡ് ചീത്തയാണ് എങ്കിലും ഞാൻ പറഞ്ഞു, ആ വേർഡ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചേച്ചിമാരുടെ ചേട്ടനറിയാതെ ലോൺ എടുപ്പിച്ചതും ഓവർ ഡ്രാഫ്റ്റ് എടുപ്പിച്ചതും ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസ് അടച്ചത് മുതൽ, എന്നിട്ട് അവന്മാർക്കത് പ്രശ്നമില്ലെന്നേ. എത്ര കുടുംബങ്ങൾ കലങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതേ സ്ഥലത്ത് പെൺപിള്ളേർ കയറി ആൺപിള്ളേരെ മയക്കിയിട്ടുണ്ട്, ആണുങ്ങളെ വീട്ടിലെ ഗൃഹനാഥന്മാരെ മയക്കിയിട്ടുണ്ട്. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് സ്ഥലത്ത് പേര് തന്നെ പറഞ്ഞേക്കാം, വൂസ്റ്ററിൽ, ബെർമിഹാമിനടുത്തുള്ള വൂസ്റ്ററിനകത്ത് പെണ്ണിനെ പ്രസവിക്കാൻ വിട്ടിട്ട് ആ വീട്ടിൽ താമസിക്കുന്നവളുമായിട്ട് മറ്റോ ബന്ധമുണ്ടായി. കെട്ടിയവൻ അവൻ്റെ ഭാര്യനെ ഗർഭിണിയായപ്പം പ്രസവിക്കാൻ വിട്ടിട്ട് അവിടെ അവളെ കൈമുറക്കലും പ്രശ്നം അതൊക്കെ. അതുകൊണ്ട് എത്ര ഐറ്റങ്ങൾ, എന്തോരം പ്രശ്നം. അതിവിടെ ഭയങ്കര സ്ഥിരമായ പരിപാടിയാണ് കേട്ടോ. പെണ്ണിനെ ഗർഭിണിയാക്കി പ്രസവിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനിങ്ങനെ ചുമ്മാ ഇരിക്കും. അവന് എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. വീട്ടിൽ താമസിച്ചവൾ പലമാരുടെയും വിഷയമുണ്ടത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഈസ്റ്റ് ബോണിൽ അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരുത്തൻ പെമ്പരത്തെ വിട്ടിട്ട് അവൻ ഈ പറഞ്ഞ പോലെ, അത് ഇവിടുത്തെ നാട്ടുകാരിയെ കണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഒത്തിരി ഒന്നും ആരും പറയിക്കണ്ട, പോട്ടെ. അപ്പോൾ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തമാശകളിൽ ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ പുതിയതായിട്ട് 2018 ശേഷം ഇങ്ങോട്ട് വന്ന നേഴ്സുമാർ മുഴുവൻ ഇപ്പോൾ ഇവിടെ വീട് മേടിച്ചിട്ടുണ്ട്. നേഴ്സുമാരല്ല, ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ, അവരായിട്ട് ഇവിടെ ഫാമിലിക്ക് വന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ വീട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാഭത്തിന് വേണ്ടിയിട്ട് വീടിൻ്റെ മുറി അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഒത്തിരി പേരെ നമുക്കറിയാതെ. സൂക്ഷിച്ചോണം കേട്ടോ. ഈ രൂപ അവസാനം കണ്ണുനീരിന് കാരണഹേതുവാകരുത്. ഈ പൈസ ലാഭത്തിൻ്റെ പേരിൽ നിങ്ങൾ തലമുറയോട് ചോദിച്ച് നോക്കും, മുൻ തലമുറയോട് ചോദിച്ചാൽ അന്വേഷിച്ച് നോക്കുക എന്നാ സംഭവിച്ചെന്നുള്ളത്. ഈ വരുന്നവനും പോകുന്നവനും വീട്ടിലെന്നാ കാണിക്കുന്നത് നിങ്ങൾ ഓർത്ത്. നിങ്ങളുടെ വീട്ടിൽ കൊച്ചുങ്ങളുണ്ട്, നിങ്ങളുടെ കെട്ടിയവനുണ്ട്, നിങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യയുണ്ട്. ഇതിൽ ആരെ മയക്കി വന്നതൊക്കെ എന്താണെന്ന് വല്ലതും അറിയാമോ? ഏത് കുടുംബത്തിൽ നിന്ന് വന്നതാണ്? കുടുംബം ഉള്ളതാണോ? അതോ ഇതുപോലെ ഇങ്ങനെ കെട്ടഴിഞ്ഞ് ചോദിക്കാനും പറയാനും ആരുമില്ലാതെ എന്നിട്ട് കെട്ടഴിഞ്ഞ് നടക്കുന്ന, കുത്തഴിഞ്ഞ് നടക്കുന്ന ടൈപ്പ് ആൾക്കാരാണോ? നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റുള്ളവർക്ക് വളരുന്നുണ്ട്, ചോദിക്കുന്ന കണ്ടില്ലേ, അമേരിക്കയിലെ കൾച്ചർ ഇങ്ങനെയാണെന്നല്ലോ. ഇവിടെ എന്ത് കൾച്ചറിൽ നിന്ന് വന്നതാ? ഇവിടെ ഒന്നും ജനിച്ചു വളർന്ന പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല. അവരെവിടെ നാട്ടിൽ വന്ന വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടിൽ ഇവിടുന്ന് UK ജനിച്ചു വളർന്ന പിള്ളേർ വന്ന് അവിടെ നിന്ന് വിഷയം ഉണ്ടായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, എനിക്കറിയത്തില്ല. എനിക്ക് ഇവിടുത്തെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. അപ്പം വലിയ മെടുക്കിയുടെ കൂട്ട് ഞാൻ അങ്ങോട്ട് ഭയങ്കര ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിന് വന്നിരിക്കുന്നത്, എന്നെ അങ്ങ് ആദരിച്ചോണം. അതായത് 40 രാജ്യങ്ങളിൽ മുഴുവൻ കറങ്ങിയത്. 40 രാജ്യങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്ന് ഈ രാജ്യങ്ങൾ മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് ഗുണപരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളുണ്ടോ?
അയ്യോ നമ്മൾ പറഞ്ഞാൽ ഇനിയും കൂടിപ്പോയി എന്തേലും ആട്ടെ ഇതിനെയൊക്കെ വിട്ടേക്കുക. അതൊന്നും കൂടുതൽ ഞാൻ പറയേ അതൊന്നും കൂടുതൽ കാലം ഉണ്ടാവുക ഇങ്ങനെ ഒരുപാട് കാലം ഞാൻ പറയേ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് വൈകിട്ട് നടക്കൂടെ എന്നിട്ട് വീടിൻ്റെ വീഡിയോ എടുത്ത് ഈ അമേരിക്കയിലൊന്നും നിയമമില്ലേ വാ ഇതൊക്കെ കുടുക്കി വിടണ്ടേ? നല്ല ചുട്ട മനുഷ്യ വിടണ്ടേ? അതുപോലെ ജനം ഇതുപോലെ സങ്കടപ്പെടുമ്പോൾ ഞാനൊക്കെ ഇവിടെ ഈ 2018 മുതൽ കോവിഡിന് ശേഷം പിള്ളേർ ഇവിടെ വന്ന് TSWന് വന്ന് പിള്ളേർ വന്നിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഇല്ലാതെ എത്ര എണ്ണത്തിന് ലാൻഡ് ലോഡുമാർ കണ്ണിൽ ചോരയില്ലാതെ ഇറക്കി വിട്ടിരിക്കുന്നു, തണുപ്പത്ത് നിൽക്കുന്നു, എന്തൊക്കെ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എന്തോ ഒരു ഗതികേട് ഇവിടെ ഉണ്ട്. അന്നൊന്നും ആരും നിലവിളിക്കാത്ത നിലവിളിയാണല്ലോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രകടനം നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആ ഉദാഹരണം പറഞ്ഞായിട്ട് അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം പ്രായമായ കാരണവരാ ഇത്രത്തോളം സൂത്രങ്ങളാണ്. ഇതൊക്കെ മൊട്ടേന്ന് വിരിയുന്നതിന് മുമ്പുള്ള കളി കണ്ടോ? ഇതൊക്കെ ആരായിപ്പോൾ അതായത് പൊതുജനത്തിനെ മുഴുവൻ മറ്റേതാക്കിക്കൊണ്ടുള്ള വർത്തമാനം വരുന്നത്. ഞാനവിടെ ഈയിടയ്ക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയത് എന്നാ സംഭവം എന്ന് അറിയാനായിട്ട്. അടിപൊളി എന്തോന്ന് അവിടെ ഇവിടെ രണ്ടു സൈക്കിൾ ഓടിച്ച് എന്ത് സംസ്കാരത്തെ പറ്റി അറിയാം, ജീവിതാനുഭവത്തെ ജീവിതം കണ്ടിട്ടുണ്ടോ? വേണ്ട, ഇന്ത്യയിൽ കേരളത്തിലുള്ള ആളുകളുടെ ജീവിതം ഇതുകൊണ്ട് ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു നാട്ടിൽ. മനസ്സിലായോ? ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിനെ പ്രതിസന്ധി നേരിടാൻ പറ്റാതെ ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് വന്നിട്ടോ ഞാൻ 40 രാജ്യം കണ്ടിരിക്കുന്നത്. വേണ്ടതേ 40 രാജ്യം വേണ്ട, 10 രാജ്യം കണ്ടതിൻ്റെ ഒരു മിടുക്കുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കാണിക്കാമോ? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അരുണമയ്ക്ക് വലിയ മിടുക്കാണല്ലോ പറഞ്ഞത്. അതാണ്ട് രാജ്യങ്ങൾ കണ്ടതിൻ്റെ മിടുക്ക് ആരാണ്ട് വെല്ലുവിളിക്കുന്നു. വേണ്ടെന്നേ ചെറുപ്പക്കാരികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു പ്രതിസന്ധികളൊക്കെ നേരിടാൻ പറ്റുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ കൂടെ പോയ എക്സ്പീരിയൻസ് കൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുണപരമായിട്ട് വേറെ കാര്യങ്ങളൊന്ന് ചെയ്ത് കാണിച്ചേ. എന്നിട്ട് ഈ നാട്ടുകാരനെ മുന്നോട്ട് കയറി നിന്നിട്ട് ഇത് കൂടി ഡയലോഗുകൾ പറ. എന്തായാലും ആട്ടെ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെട്ട് പോവാം. പോട്ടെ, ആ കുഴപ്പമില്ലെന്ന്. ഇന്നിപ്പം എന്നറിയോ, ഈ വ്യൂസ് കൂടുമ്പം പൈസ കിട്ടുന്നൊരു കാലഘട്ടം, അങ്ങനെയൊക്കെ ഒരു കാലം ഓരോ രീതിയിലങ്ങോട്ട് മാറിയില്ലേ. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഏത് രീതിയിലും വ്യൂസ് കിട്ടിയാൽ മതിയെന്നേ. അതിന് ഈ പറഞ്ഞ പോലെ ആരുടെ ഇമോഷണലെ കട്ട് ചെയ്യാം, തുണി പറിച്ചിരുന്ന് ചാടാം, എന്തിനും ഏതിനും രീതിയിൽ ആളുകൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, സത്യസന്ധം അല്ലാതെയൊക്കെ. അപ്പോൾ അതിനകത്ത് 5-8 മില്യൺ വ്യൂവേഴ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ UK താമസിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊന്നും ഒരു സ്ഥലത്ത് പോകണം ഒരു സ്വന്തം കൂട്ടുകാർ വിളിച്ചാൽ പോലും ഞാനൊരു വീട്ടിലും പോകാൻ നിൽക്കാറില്ല. ഇതേണ്ടത് പ്രീമിയറിൽ അതുപോലെ ട്രാവൽ ലോഡ്ജ് എന്തോരം ഹോട്ടലുകളാണുള്ളത്. 100-100 രൂപ പൗണ്ട് കൊടുത്താൽ നമുക്ക് അവിടെ ഹോട്ടൽ അക്കോമഡേഷൻ കിട്ടും. അവിടെ വന്നിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോരാന്നേ. ഇത് വല്ലവരുടെയും വീട്ടിൽ പോയി ജോലി ചെയ്യുന്നവരെയും ബുദ്ധിമുട്ടിച്ച് കൊടുത്ത മക്കളെയും ബുദ്ധിമുട്ടിച്ച് എന്ത് കാര്യം? നാട്ടിലെ പോലെ വല്ലതാണ് ഇവിടെയൊക്കെ. എന്നിട്ട് അതിനകത്ത് പോയിട്ട് അയ്യോ ഞാൻ നാട്ടിലെ വലിയ സിസ്റ്റം നല്ല കാര്യങ്ങളായിട്ട് അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണ് പൊതുവായിട്ട് കുറ്റവും പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ എന്നാ സൈസ് അരുണിമയായാലും കുഴപ്പമില്ല, ജനമൊക്കെ ഇതൊന്ന് മനസ്സിലാക്കി. ഏറ്റവുമൊക്കെ ഇവിടെ വന്നായിരുന്നു പോവാം. എന്നാലും വരുവാണെങ്കിൽ ഞാൻ പറയാം നമ്മളൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ നിൽക്കുക. അവസാനം ഇത് കൂട്ട് അടിയായിരിക്കും. വലിഞ്ഞു കയറി വന്നല്ലെന്നുള്ള അവകാശവാദം കണ്ടോ? ഇത് കൂട്ട് അവകാശവാദം വരും. ഈ ഐറ്റത്തിനെ വിടുക. അല്ലാതെ തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ റൂമുകളും അതും ഇതൊക്കെ ഓരോരുത്തരെടുത്ത് അങ്ങ് കൊടുത്തിട്ടേ വീട്ടിൽ കുഞ്ഞുങ്ങളെ വല്ലതും ചെയ്യുന്നുണ്ടോ, വീട്ടിലെന്നൊക്കെ സംഭവിക്കുന്നുണ്ടോ, ക്രെഡിറ്റ് കാർഡ് പോവുക, ഓവർഡ്രാഫ്റ്റ് വരുമോ എന്നൊക്കെ ഉള്ളത് പിന്നീട് ആലോചിച്ചാൽ നല്ലതാണ് കേട്ടോ. പണ്ടുള്ള കുറേ ആൾക്കാർക്ക് ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. ശരിയെന്നാൽ.